ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവും. ശ്ലോകം 7. കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭീഷ്ടുതോ ഭൂ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കംസായ തേ ശൗരി സുതത്വം ഉക്ത്വാ തം തത് വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശി ക്ഷപണാവസാനേ ശ്രീനാരദേന ത്വം അഭിഷ്ടുതോ ഭൂ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കംസായ കംസനായിക്കൊണ്ട്, തേ അങ്ങയുടെ, ശൗരിസുതത്വം വസുദേവപുത്രത്വം, ഉക്ത്വ പറഞ്ഞിട്ട്, തദ്വധോത്കം വസുദേവനെ കൊല്ലാനൊരുങ്ങിയ, തം കംസനെ, വാച വാക്കുകൊണ്ട്, പ്രതിരുധ്യ തടഞ്ഞിട്ട്, കേശിക്ഷപണാവസാനെ കേശിവധത്തിനു ശേഷം, പ്രാപ്തേന സമീപത്തെത്തിയ, ശ്രീനാരദേന ശ്രീനാരദനാൽ, ത്വം അങ്ങ്, അഭിഷ്ടുത അഭൂ സ്തുതിക്കപ്പെട്ടവനായി തീർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കംസായ തേ ശൗരിസുതത്വം ഉക്ത്വാ ചേർത്തിട്ട് ശൗരിസുതത്വമുക്ത്വാ ത്വ ത്വ എന്ന കവാളുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. തം തദ്വധോത്കം നമ്മൾ പിരിച്ചിട്ട് ചൊല്ലാം. അത് തത് വധോത്കം അങ്ങനെ ചൊല്ലാം. വധോത്കം എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പ്രതിരുധ്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രീനാരദേന ത്വം അഭിഷ്ടുത അഭൂ ചേർത്തിട്ട് ത്വമഭിഷ്ടുതോ ഭൂ. ഇവിടെ അഭിഷ്ടുത എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഷ്ടു എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അഭൂ എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ലാസ്റ്റിൽ വിസർഗമുണ്ട്. ത്വമഭിഷ്ടുതോ ഭൂ അങ്ങനെ നിർത്താം. കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ. അടുത്തത് 8ാമത്തെ ശ്ലോകം. കഥാപി ഗോപൈഃ സഹ കാനനാന്തേ നീലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപദുരന്തമായോ വ്യോമാഭിഥോ വ്യോമചരോപരോധി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കത് അപി ഗോപൈ സഹ കാനനാന്തേ നീലായന ക്രീഡന ലോലുപം ത്വാം മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിഥോ വ്യോമചരോപരോധി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കഥാപി ഒരിക്കൽ, വ്യോമചരോപരോധി ദേവശത്രുവും, ദുരന്തമായ ദുഷ്ടവും അനന്തവുമായ മായയോടുകൂടിയവനും, മയാത്മജ മയപുത്രനുമായ, വ്യോമാഭിഥ വ്യോമൻ എന്ന പേരോടുകൂടിയ അസുരൻ, ഗോപൈ സഹ ഗോപന്മാരോടുകൂടി, കാനനാന്തേ കാട്ടിൽ, നിലായന ക്രീഡനലോലുപം ഒളിച്ചുകളിയിൽ തൽപരനായ, ത്വാം അങ്ങയെ, പ്രാപ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കത് അപി ഗോപൈ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സഹ എന്നുള്ളതിന് ഒരു സ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ഗോപൈ സഹ കാനനാന്തേ
നിലായന ക്രീഡന ലോലുപം. ക്രീഡന ഡ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വാം മയാത്മജ അവിടെ വിസർഗം മ എന്നുള്ളത് മ എന്ന് ചേർത്തിട്ടാണ്. പ്രാപ ദുരന്തമായോ വ്യോമാഭിഥോ. വ്യോമാഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥോ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. വ്യോമചരോപരോധീ. ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപദുരന്തമായോ വ്യോമാഭിഥോ വ്യോമചരോപരോധീ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.